ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ പരിചയപ്പെടുത്തുന്നത് നമ്മളെല്ലാം വിൻഡോസ് യൂസ് ചെയ്യുന്നവരായിരിക്കും അല്ലേ. വിൻഡോസ് യൂസ് ചെയ്യുന്നവർക്ക് നമ്മൾ ഗെയിംസ് കളിക്കുമ്പോൾ അതുപോലെ മറ്റ് സോഫ്റ്റ്വെയർസ് ഉപയോഗിക്കുമ്പോഴൊക്കെ നമ്മുടെ സിസ്റ്റം ഹാങ് ആവാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ ലാഗും ഹാങ്ങും ഒക്കെ വരുമ്പോൾ നേരത്തെ നമുക്ക് കുറച്ച് ടിപ്സ് ഉപയോഗിച്ചാൽ ഈ കുറച്ചെങ്കിലും നമുക്ക് ഇതിന്ന് ഡിഫെൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എങ്ങനെയൊക്കെയാണ് നമ്മൾ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി വിൻഡോസ് 10ന്റെ ഹാങ്ങും അതുപോലെ തന്നെ ലാഗിങ്ങും നമുക്ക് എങ്ങനെ കുറയ്ക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോ ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഇതൊരു കുറച്ച് ടിപ്സാണ്. ഈ ടിപ്സ് ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായും കുറച്ച് ലാഗിങ് പ്രശ്നം കുറയുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാം. അതോടൊപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ, കമൻറ്റ് ചെയ്തിട്ടില്ലാത്ത കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ നിലവിൽ ചെയ്യാൻ മറക്കാതെ മറ്റുള്ള കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് നമുക്ക്. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കണക്കാം. ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് മെനു വന്നതിന് ശേഷം സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ സെറ്റിംഗ്സ് ഓപ്ഷൻ ഇങ്ങനെ ആയിരിക്കും ഇന്റർഫേസ്. അതിനുശേഷം പ്രൈവസി എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പം നമ്മുടെ പ്രൈവസിയിൽ നമുക്ക് കിടക്കുന്ന ഇത്രയും വിൻഡോസിന്റെ കുറച്ച് ആപ്സും അതുപോലെ തന്നെ അതിന്റെ കുറച്ച് പെർമിഷൻസും ഒക്കെ ആയിരിക്കും കിടക്കുന്നത്. ഇതെല്ലാം നമുക്ക് ജനറൽ എന്ന ഓപ്ഷൻ ആയി. ഇതിൽ നമുക്ക് ഈ കിടക്കുന്നതെല്ലാം ഓഫ് ആക്കാം. അല്ല നമുക്ക് ഇത് ഓഫ് ആക്കാം. ഓക്കെ, അതിനുശേഷം സ്പീച്ച്, അതിനുശേഷം ഈ 3 ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓഫ് ആക്കാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ഞാൻ നോക്കുന്നത് ലൊക്കേഷനാണ്. ലൊക്കേഷനിൽ ഓപ്സ് ടു ആക്സസ് യുവർ ലൊക്കേഷൻ അത് ഓഫാക്കി. സ്ക്രോൾ ചെയ്തായിട്ട് വരുമ്പോൾ ക്യാമറ, അതിനുശേഷം മൈക്രോഫോണും വോയിസ് ആക്ടിവേഷനും ഓഫ് ആക്കേണ്ടത് ആവശ്യമില്ല. നെക്സ്റ്റ് നോട്ടിഫിക്കേഷൻ ഓഫ് ആക്കാം. ശേഷം അക്കൗണ്ട് ഇൻഫോ, കോണ്ടാക്ട്സ്, കലണ്ടർ, ഫോൺ കോൾസ്, കോൾ ഹിസ്റ്ററി, മെയിൽ എന്ന് പറയുന്നത് നമ്മൾ മെയിൽ ആക്സസ് ചെയ്യാനായിരിക്കും. ഓക്കെ, നമ്മുടെ മെസ്സേജസ് അത് ഓഫാക്കാം. ശേഷം റേഡിയോസ്, ശേഷം അതർ ഡിവൈസസ് ഓഫാക്കാം. ബാക്ക്ഗ്രൗണ്ട് ആപ്സ് ആയിരിക്കും. ബാക്ക്ഗ്രൗണ്ട് ആപ്സ് ഓൺ ആയിട്ടായിരിക്കും കിടക്കുക. അപ്പോൾ നമ്മൾ ഏതെങ്കിലും പ്രോഗ്രാമോ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ആപ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും സോഫ്റ്റ്വെയർ നമ്മൾ യൂസ് ചെയ്യുന്നിടത്ത് ആ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നെങ്കിൽ അതിൻ്റെ പുറകിലായിട്ട് ഈ ബാക്ക്ഗ്രൗണ്ട് ആപ്സ് വർക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അത്രയും ലാഗ് പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയാണ്. നമ്മളിത് ഓഫാക്കുന്നത്. ഇത് ഓഫാക്കാനായിട്ട് അത്രയും ലാഗ് പ്രശ്നം അവിടെ സോൾവ് ആവുന്നതാണ്. നെക്സ്റ്റ് ആപ്പ് ഡയഗ്നോസിസ് ഓഫാക്കാം. ശേഷം പിക്ചേഴ്സ്, അതിനുശേഷം വീഡിയോസ്, ഫയൽ സിസ്റ്റം. അപ്പോൾ നമ്മൾ ഇത്ര ഓഫ് ആക്കിയതിന് ശേഷം നേരെ നമുക്ക് ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മുടെ സ്റ്റാർട്ട് മെനു വന്നതിന് ശേഷം ഈ ബട്ടണിൽ, അതായത് പവർ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് റീസ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതൊരു ബെറ്റർ പെർഫോമൻസ് ആയിരിക്കും നമ്മുടെ സിസ്റ്റം നൽകുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കാതെ മറ്റുള്ള കൂട്ടർ ഷെയർ ചെയ്ത് കൊടുക്കാനും അടുത്ത ദിവസം അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിൽ കാണാം.